ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇതേ പതിവുപടി ഞാൻ എണീറ്റപ്പോൾ ഇതേ നമ്മുടെ ചാക്കോച്ചൻ മെഴുകുതിരി ഊതാനുള്ള മത്സരത്തിലാണ്. മറ്റു രണ്ട് പേരും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവനാണ് ഇന്ന് മുൻകൈ എടുത്തിട്ട് ഊതാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറയാറില്ലേ, രാവിലെ അതെ വൈകുന്നേരം അതെ ഞാൻ സന്ധ്യയ്ക്കായാലും മെഴുകുതിരി കത്തിക്കുമ്പോൾ ഇവർക്ക് 3 പേർക്കും മത്സരമാണ് ഊതാനായിട്ട്. നീ ഊത്, ഞാൻ ഊത് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ദേ ഊതലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ദേ കാല് നീട്ടി ഇരിപ്പായി നമ്മുടെ ചാക്കോച്ചൻ. ചേട്ടന്മാർ 2 പേരും പോയിട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ചാക്കോച്ചൻ്റെ പണി ടി വിയുടെ മുമ്പിൽ ഇങ്ങനെ കുറച്ച് നേരം തന്നെ അവിടെ ഇരുന്നോളും. പിന്നെ കുറേ നേരം തന്നെ കളിക്കും. പിന്നെ അവന് ബോറടിക്കുമ്പോഴാണ് എൻ്റെ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ഒളിച്ച് കളിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ദേ മിടുക്കനായിട്ട് ഇരിക്കണം, എന്തൊക്കെയോ വിശേഷങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളത് കേൾക്കാനിരുന്നാൽ ഭയങ്കര സന്തോഷം. അങ്ങനെ ദേ അമ്മമാർ 2 പേരും ഇരുന്നിട്ട് അവരുടെ കണക്കും കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ആശ്വാസമായിട്ടോ. പക്ഷേ എല്ലാവരും എൻ്റെ ഫോണിൽ ഈ നമ്പറിലേക്ക് എന്നെ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ തന്നെ എനിക്ക് എന്താ പറ്റാത്ത കാര്യങ്ങളൊന്നുമല്ല, ഞാൻ അവരോട് അത് ഇടയ്ക്ക് ഫോൺ എടുത്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ഞാനാവില്ല, കുട്ടികളായിരിക്കും ഫോൺ നോക്കാം കേട്ടോ. അപ്പോൾ ചിലവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഫോണിൽ ഇങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ 4 പേരും ഫോൺ അറ്റൻഡ് ചെയ്യണതാണ്, ഞാനും ഡാഡിയും ഡിംപിളും ഡിവൈനും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒന്നും കേൾക്കില്ല, ഓർഡേഴ്സ് എടുക്കും, അടുത്ത പരിപാടിയിലേക്ക് കിടക്കും എന്നല്ലാണ്ട്. അപ്പോൾ നിങ്ങൾ മറുപടി കിട്ടിയില്ലെങ്കിൽ വിഷമിക്കായിക്കോ. ഇതാണ് സംഭവം, ബിസിനസ് ഫോണാണിത് കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ. ആദ്യമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തർ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ അത് ചിലപ്പോൾ കേൾക്കാനുള്ള ഒരു സാവകാശം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആരും വിഷമം വിചാരിക്കുകയൊന്നും ചെയ്യായിക്കോട്ടോ. അങ്ങനെ 2-3 ദിവസമായിട്ടുള്ള തുണികൾ അവിടെ കിടക്കുക. ഞാൻ അകത്തേക്ക് എടുത്തിട്ടില്ല, കാരണം ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ വെറുതെ എനിക്ക് പകൽ, ഞാൻ പറഞ്ഞില്ല, ഞാൻ പകൽ അങ്ങനെ തുണികൾ അകത്തിടാനായിട്ട് എനിക്ക് വലിയ ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും അത് ഉണങ്ങില്ല, എന്നാൽ പിന്നെ അവിടെ തന്നെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇന്ന് കുറച്ചൊന്ന് വാടിയിട്ടുണ്ട്, നാളെ എടുത്ത് അകത്തിട്ടാൽ മറ്റന്നാൾക്ക് കറക്റ്റായിട്ട് ഉണങ്ങും. അങ്ങനെ ഞാൻ സാധാരണ ഇന്നലെ എടുത്ത ജിംകികളുടെ ഫോട്ടോസ് തന്നെയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുവിധം എല്ലാതും പാക്ക് ചെയ്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മുടെ ജിംകി കളക്ഷൻസ്. അപ്പോൾ എല്ലാതും എണ്ണത്തിൽ കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയും ഓർഡർ ചെയ്താൽ കിട്ടാവുന്നതുള്ളൂ. ചിലത് ഓരോന്നൊക്കെ ഉള്ളൂ, ചിലത് 2-3 പീസ് വീതം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ നമ്മൾ ഓർഡർ കിട്ടിയതിനനുസരിച്ചാണ് പ്ലേറ്റ് ചെയ്യുക. പ്ലേറ്റ് ചെയ്തത് നമ്മുടെ കയ്യിലുള്ളത് ഞാൻ അപ്പം സെൻഡ് ചെയ്ത് തരും. ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് തന്നെ സെൻഡ് ചെയ്യുമോ ആൻറ്റി എന്ന് പറയുമ്പോൾ, പ്ലേറ്റ് ചെയ്തതുണ്ടെങ്കിൽ ഞാൻ സെൻഡ് ചെയ്യും, ഇല്ലെങ്കിൽ 2 ദിവസം, അതായത് ഇന്ന് ഓർഡർ ചെയ്താൽ നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മളുടെ ഈ ഒരാഴ്ച ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സിനോടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കുറേ പേര് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അതിൻ്റെ ഇടയിലൊരു ബന്ദ് വന്നല്ലോ, പിറ്റേ ദിവസവും എന്തോ പ്രശ്നം വന്നതിൻ്റെ പേരിൽ എവിടേക്കോ ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൊവ്വാഴ്ച അയച്ച സാധനങ്ങൾ ഇന്ന് തൊട്ട് കിട്ടി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതാരും ടെൻഷൻ അടിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ഭദ്രമായിട്ട് നമ്മളിത് അന്വേഷിച്ചായിരുന്നു, ഒരു കുഴപ്പമില്ല കേട്ടോ. എല്ലാം ഇന്നും നാളെയൊക്കെ ആയിട്ട്, ഇന്ന് എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയായിട്ട് ഒരുവിധം എല്ലാതും എത്തും. പിന്നെ നാളെ നല്ല ദിവസം, നിങ്ങൾക്കറിയാലോ, 3 ആൾ ഇപ്പം അതിന് 2-3 ദിവസമായിട്ട് 3 ആൾ ഇന്നും അകത്തുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഇന്നും ഇന്നലെയാണ് തോന്നുന്നുണ്ട് ഇല്ലാണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ പൂരിയായിരുന്നു കേട്ടോ. അപ്പോൾ പതിവ് പോലെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടാണ് ഞാൻ പൂരി കഴിക്കാനായിട്ട് ഇരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും പൂരി ഉണ്ടാക്കി വെച്ചതുകൊണ്ട് തന്നെ അതൊന്ന് തണുത്തു. സാധാരണ ഞാൻ തന്നെ ഫ്രഷായിട്ട് ഉണ്ടാക്കി കഴിക്കാറാണ് പതിവ്. അപ്പോൾ പിന്നെ കുട്ടികളുടെ പണി കഴിഞ്ഞോട്ടെ വെച്ച് പിന്നെ ഇന്ന് ഒന്ന് ഡിമ്പിളിൻ്റെ പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഞാനും ഡിമ്പിളും കൂടിയിട്ടാണ് പോകണം. അപ്പോൾ ആദ്യം ഡാഡി ഞങ്ങൾ ഒന്നിച്ച് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ പോകുന്ന സ്ഥലത്ത് അങ്ങനെ വണ്ടി നിർത്തി പാർക്കിങ്ങിന് വലിയ സുഖമില്ല. അപ്പോൾ ഡാഡിക്കാന്ന് വെച്ചാൽ പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഡിവൈൻ കൈകാര്യം ചെയ്തോളൂ. അപ്പോൾ രാവിലത്തെ ഫസ്റ്റ് ട്രിപ്പുള്ള എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ട് ഞാനും ഡിമ്പിളും പതുക്കെ ഇറങ്ങി. അപ്പോൾ ഉച്ചയിലത്തേക്ക് പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്, അത് കാച്ചണം, മീൻ പുരട്ടി വെച്ചിട്ടുണ്ട്, അത് വറക്കണം. അതൊക്കെ ഡിവൈനെ പതുക്കെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ നീങ്ങി. അപ്പോൾ ഞങ്ങൾ വന്നത് ഇവിടേക്കാണ്, വെസ്റ്റിറ്റോ 888, 1 കിലോന് 888, അതാണ് ഇവിടെ. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ താഴത്തെ ഫ്ലോറിൽ 50% ഡിസ്കൗണ്ട് ഉണ്ട്. അതായത് 888 പകരം 444 വരുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അതുപോലത്തെ സെയിം അടുത്ത സൈസ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. യുണീക്ക് പീസുകൾ, ഒറ്റയ്ക്കുള്ള പീസുകളാണ്. നല്ല തിരക്കുള്ള സ്ഥലം കേട്ടോ. വണ്ണം കുറഞ്ഞ കുട്ടികൾക്ക്
ഇപ്പോഴത്തെ മോഡേൺ ഡ്രസ്സുകൾ ഏത് തരത്തിലൊക്കെ വേണമെങ്കിൽ ഉണ്ട്. അപ്പം ഞാൻ ഡിംപിളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് എടുത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ മിക്കവാറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ മറക്കരുത് കേട്ടോ. വെറൈറ്റി കുറേ സാധനങ്ങളുണ്ട്. നമ്മുടെ റൗണ്ടിലാണ്, മാരാ റൂട്ടിലാണ്, വീണൂസിൻ്റെ തൊട്ടപ്പുറത്തെ റൂമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൗണ്ടിൽ കൂടെ ഓട്ടോറിക്ഷയിൽ, ഞാൻ പറയാമായിരുന്നു ഡിംപിളിനോട് കുറേ നാളായി ഇങ്ങനെ ഓട്ടോയിൽ കുറേ മഴയും കൊണ്ട് ഇങ്ങനെ പോകാമെന്ന് പറയുമ്പോൾ, പണ്ടത്തെ കോളേജിലൊക്കെ പോകുന്ന അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോയിരുന്ന ഒരു സമയമാണിത്. ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ഇങ്ങനെ മഴ നനയും, അപ്പോൾ ഈ സൈഡൊക്കെ നനയും. അങ്ങനെ ഒരു ചെറിയ ഒരു ഓർമ്മ എന്ന് പറയില്ലേ. അങ്ങനെ ഞങ്ങൾ ഡാഡീനെ വിളിച്ച് വെച്ചപ്പോൾ ഡാഡി ഓൾറെഡി പാച്ചുവിനെ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് സ്കൂൾ വരെ ഓട്ടോയിൽ വന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡാഡിയെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് ഇവർക്ക് ബ്ലൂ ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ബ്ലൂ ഡ്രസ്സ്, മാമും മിസ്സുമാരും ഒക്കെ ബ്ലൂ ഡ്രസ്സായിരുന്നു കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. ഞങ്ങൾ കൊണ്ടുവരാൻ ചെന്നപ്പോൾ മാമും ചേച്ചിമാരൊക്കെ ആയമാരൊക്കെ വരുമ്പോൾ എല്ലാവരും ബ്ലൂ ഡ്രസ്സിലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഡിംപിൾ എനിക്ക് അയച്ച വീഡിയോസാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസത്തെയും വീഡിയോസ് അയക്കും. അപ്പോൾ ഇന്നത്തെ എനിക്കൊരു കൗതുകം തോന്നിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇട്ടതാട്ടോ ബ്ലൂ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലൂ അവർക്ക് ഫിഷിൻ്റെ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ തന്നെ ബ്ലൂ കളർ ചെയ്തു. അത് കഴിഞ്ഞ് ബ്ലൂ അതുമേ ഒട്ടിച്ചു. അത് കഴിഞ്ഞ് ബ്ലൂ ബോൾ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഈ ബ്ലൂ ബോൾ കണ്ടപ്പോൾ ഞാൻ പറയായിരുന്നു, മറ്റേ പാച്ചു എപ്പോഴും കുരിശ് വരച്ച് അവിടെ നിന്ന് പോകുമ്പോൾ പറയും, ഉണ്ണീശോൻ്റെ കയ്യിൽ ബ്ലൂ ബോളുണ്ട്, എനിക്ക് വേണമെന്ന്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, നിനക്ക് ബ്ലൂ ബോൾ തമ്പാച്ചൻ തരുമെന്ന്. പക്ഷേ കുട്ടി അത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഞാനിത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, അയ്യോ ബ്ലൂ ബോൾ കുട്ടിക്ക് കിട്ടിയില്ല. അവൻ പറഞ്ഞാൻ അറിയില്ലെങ്കിൽ പോലും കുറച്ച് കിട്ടിയ വഴിക്ക് അവൻ ഓർത്തിട്ടുണ്ടാവും ഉണ്ണീശോയുടെ കയ്യിലത്തെ ബോളാണല്ലോ എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് അവൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല രസമല്ലേ, എല്ലാവരും ബ്ലൂ ഇട്ടിട്ട്. ഇത് ട്വിൻസ്, നമ്മളറിയുന്ന ഫാമിലിയിലെ കുട്ടികളാണ് കേട്ടോ. നമുക്കെന്താ പറയുക, നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ട ഫാമിലിയിലെ മക്കളാണ്. അങ്ങനെ ഇവരൊക്കെ ഇവിടെ ഇപ്പോൾ ചിരിക്കാൻ പറഞ്ഞാൽ നമ്മുടെ പാച്ചൂട്ടൻ്റെ ചിരിയാണ് ഇങ്ങനെ കേട്ടോ. കണ്ണൊക്കെ ചുളിച്ചിട്ടുള്ള ഒരു ചിരിയുണ്ട്. അങ്ങനെ ഞങ്ങൾ അവനെയും കൊണ്ട് മാമിനോടൊക്കെ സംസാരിച്ച് ഇറങ്ങി വരുമ്പോഴേക്കും ഡാഡി വണ്ടിയും കൊണ്ട് വന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഡാഡിയുടെ കൂടെ കയറി. അപ്പോഴും നല്ല മഴയാട്ടോ. അപ്പോൾ നെല്ലികുന്ന് പള്ളിയുടെ മുമ്പിൽ കൂടെ ഞങ്ങൾ വന്ന് ആദ്യം ഞങ്ങൾ ഷാഡോസിലേക്ക് ഇറങ്ങി. അപ്പോൾ ഷാഡോസിൽ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തപ്പോൾ അവിടെ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സാരിയൊക്കെ അവിടെ വെച്ച് കൊടുത്തിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ചെന്ന് അളവൊക്കെ എടുത്ത് അവിടെയുള്ളവരോട്, അപ്പോൾ കുറേ നാളായിട്ടുണ്ടായിരുന്നു ഞാൻ പോയിട്ട്. മറ്റേത് ഞാൻ എപ്പോഴും, നിങ്ങൾക്കറിയാം, ഞാൻ എപ്പോഴും പോണ ഒരു സ്ഥലമായിരുന്നു ഷാഡോസ്. ഇപ്പോൾ ഞാൻ ബ്ലൗസ് ഇങ്ങനെ കൊടുത്തയച്ചിട്ട് അളവിനനുസരിച്ച് അവർ തയ്ച്ച് കൊണ്ടുവരാറ് പതിവ്. പക്ഷേ ഈ തവണ ഞാൻ ബ്ലൗസ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര വ്യത്യാസം തോന്നി. വേറെ ഫംഗ്ഷന് പോകുമ്പോൾ ഇട്ടപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി അളവെടുത്തിട്ട് രണ്ടാമത് തയ്ക്കേണ്ട ഒരവസ്ഥയാണ്. സംഭവം അളവെടുത്തപ്പോൾ ഭയങ്കര വ്യത്യാസം. ഞാൻ തടി വെച്ചിട്ടാണോ വയറ് കൂടിയിട്ടാണോ എന്താണെന്നറിയില്ല, ഭയങ്കര വ്യത്യാസം. അപ്പോൾ അവർ പറഞ്ഞു, ആൻറ്റി കുറേ തടി വെച്ചിട്ടുണ്ട് അതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി അവിടെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കണ്ട്. എപ്പോഴും അതെ, അവിടെ റണ്ണിങ് മെറ്റീരിയൽസ് കണ്ടമാനം പാറ്റേൺസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം കുറേ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഒരു സോപ്പ്, നല്ല മണമുള്ള സോപ്പ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടും വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന്, അപ്പോൾ ഡാഡിയും മോനും കൂടിയിട്ട് മുട്ടയൊക്കെ വാങ്ങി ഞങ്ങളെ കൊണ്ടുവരാനായിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആദ്യം കൂർക്ക വാങ്ങിക്കാൻ ഇറങ്ങിയിട്ടോ. കൂർക്ക് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ കൂർക്ക വാങ്ങിക്കാൻ ഇറങ്ങി. അപ്പോഴാണ് ഒരുത്തൻ ഇവിടെ ഇത് കണ്ടത്. അപ്പോൾ അവന് അത് വേണം. അവന് മാത്രം പോരാ, തോമോനും ചാക്കോച്ചനൊക്കെ വേണം. ഇവിടെ വന്നപ്പോൾ ഡിവൈൻ അവരെയൊക്കെ കുളിപ്പിച്ച് കിടത്താൻ നിൽക്കണ നേരത്തെ ഞങ്ങൾ ചെന്ന്. അപ്പോൾ എന്താ ഇത് മുഴുവൻ അത് പൊട്ടിച്ച് അവരുടെ മേത്തൊക്കെയായി. പിന്നെ ഡിവൈന് വീണ്ടും ഒന്ന് കുളിപ്പിക്കേണ്ട ഒരവസ്ഥയായിട്ടോ. അപ്പോൾ തോമുന് അത് ഇഷ്ടമായില്ല. കാരണം തോമു ഇവിടെ ഓച്ചുവിൻ്റെ പോലെയാണ്. ഓച്ചു എന്ന് പറഞ്ഞാൽ ഡിംപിളുടെ പോലെയാണ്. ഡിംപിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നട്ട്സ് അത് ഇതുള്ള സാധനങ്ങളൊന്നും കഴിക്കില്ല. സെയിമാണ് തോമു. എന്നിട്ടൊരു രണ്ടുപേരും അവരുടെ കോട്ട അവസാനിപ്പിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ വേഗം, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ഞാൻ വേഗം ഡ്രസ്സ് മാറാനായിട്ട് കടന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പെട്ടെന്ന് നമ്മുടെ വീട്ടിലത്തെ ഡ്രസ്സിലേക്ക് വന്ന് പിന്നെ വീണ്ടും നമ്മുടെ പരിപാടി. എനിക്ക് തോന്നുന്നു ഒരു 2-2.5 മണിക്കൂറാണ് നമ്മളവിടെ നിന്ന് മാറി നിന്നത് കേട്ടോ. അപ്പോഴേക്കും ഡിവൈൻ കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിത് പയറുപ്പേരിയും മീൻ വറുത്തതും അച്ചാറും കൂടി കൂട്ടിയിട്ട് സുഖമായിട്ട് നല്ല ചൂടുള്ള ചോറും, ചൂടുള്ളതൊക്കെ ആകുമ്പോൾ ഈ മഴയത്ത് തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. അങ്ങനെ അതൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചു. പാച്ചുവിന് ആദ്യം ഇതാണ് അവൻ തിന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പാച്ചുവിന് ഭക്ഷണം കൊടുത്തത് കേട്ടോ. അപ്പോൾ ഡിവൈൻ പിള്ളേഴ്സിനെയും കൊണ്ട് മുകളിൽ കയറിപ്പോയി. അവരെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
പക്ഷേ ഡിവൈൻ ഇരട്ടിപ്പണിയായി വീണ്ടും പോയിട്ട് കുളിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ്. അത് കഴിഞ്ഞിട്ട് മാമ്പഴം ഒക്കെ മേത്താക്കിയിട്ടാണ് പോയിട്ടോ. അങ്ങനെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റേതായ വഴിക്ക്, കാരണം 2:30 ആകുമ്പോഴേക്കും കൊടുക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഡാഡി നമ്മൾ വരുമ്പോൾ വാങ്ങിയതാണ് ഈ മുട്ടയും കൂർക്കയൊക്കെ. അപ്പോൾ കൂർക്ക കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പോർക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കൂർക്കും പോർക്കും കൂടിയിട്ട് രാത്രി തൃശ്ശൂർക്കാരുടെയാണ് കൂർക്കയും പോർക്കും. അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം എടുത്ത് വെള്ളത്തിലിട്ടു. ഇത് വെസ്റ്റിറ്റോന്ന് എടുത്ത ഡ്രസ്സുകളാണ് കേട്ടോ, കുറേ ഉണ്ട്. അപ്പോൾ നാളെ ഡിംപ്ലേ അത് കാണിക്കാണ്ടിരിക്കില്ല, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ താഴെ 50% മാരാ റൂട്ടിലാണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമ്മൾ പോയപ്പോൾ നിങ്ങൾക്കറിയാലോ, അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാറുള്ളതാണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതുകൊണ്ടാണ്. അതായത് ഏറ്റവും വണ്ണം കുറഞ്ഞ കുട്ടികൾക്കൊക്കെ ഇഷ്ടം പോലെ സ്ലീവ്ലെസ് ആയാലും സ്പാഗറ്റി ടൈപ്പ് ആയാലും ഇപ്പോഴത്തെ പുതിയ പാറ്റേൺ, അതായത് എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അടുത്ത സൈസ് ഉണ്ടോ അങ്ങനെയൊന്നും ചോദിച്ചാൽ സാധനം ഉണ്ടാവില്ല. ഒക്കെ സിംഗിൾ പീസുകളായിരിക്കും. മുകളിലും ഇഷ്ടം പോലെ ഉണ്ട്. പാർട്ടി വെയർ വേണമെങ്കിൽ ഏത് തരം വേണമെങ്കിൽ ഡ്രസ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു വട്ടം ഒന്ന് പോയി നോക്കിക്കോളൂ. താഴത്ത് ഞാൻ പറഞ്ഞ പോലെ 50% 1 കിലോന് 444 രൂപയാവുള്ളൂ. മുകളിൽ 888 1 കിലോന് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ വെയിറ്റ് കുറവനുസരിച്ച് എടുത്തു കഴിഞ്ഞാൽ എണ്ണത്തിൽ കൂടുതൽ കിട്ടും കേട്ടോ. അങ്ങനെ ഇതൊക്കെ നമ്മളുടെ അടുത്ത സെക്ഷൻ ജിംകികളാണ്. ഇതൊന്നും പോയതല്ല, ഞാൻ ജസ്റ്റ് ഫോട്ടോസ് കാണിക്കണുള്ളൂ. ഫസ്റ്റ് കാണിച്ച ബാച്ചാണ് നമ്മൾ ഇന്ന് ഫോട്ടോസ് ഇട്ടതും സ്റ്റാറ്റസ് ഇട്ടതും വീഡിയോ ഇട്ടതൊക്കെ. ഇത് ഫ്രഷായിട്ട് ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിന് മുമ്പൊന്നും നമ്മൾ സ്റ്റാറ്റസോ കാര്യങ്ങളോ ഒന്നും ആക്കിയിട്ടിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെ നല്ല ലക്ഷ്മിയുടെ ജിമിക്കയാണ്. പിന്നെ എല്ലാ പാറ്റേണും ഉണ്ട് കേട്ടോ നമ്മളുടെ കയ്യിൽ. ഞാൻ കുറേശ്ശെ കാണിക്കണമെന്നുള്ളൂ. ഇത് രണ്ടും 2 സ്റ്റഡാണ്, 2 തരം കമ്മലാണ്. ബ്ലാക്ക് മുത്തുള്ള ഒരു എനിക്ക് തോന്നുന്നു 4 or 5 പാറ്റേൺ കരിമണിയുടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ഞാൻ ഒരേപോലെ കാണിക്കാണ്ട് ഇങ്ങനെ ഇട്ടു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇതിലുണ്ട്. ഇത് മറ്റേ മൾട്ടി കളർ റൂബിയും ജെയ്ഡുമായിട്ടുള്ളത്, റൂബിയുടെ സ്റ്റഡും. അതും നല്ല ഭംഗിയുണ്ട്. പച്ചയും നല്ല ഭംഗിയാണ് കേട്ടോ. എല്ലാതും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയണ പോലെയാണ്. ഇത് മോതിരമാണ്. അപ്പോൾ കുറേ പേര് എന്നോട് ഈ മോതിരം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ കളറും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇതാണ് 2 എണ്ണം പ്ലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇതെടുത്ത് നിൽക്കുമ്പോഴാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരും സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങിയിട്ട്, മഴയത്ത് കിടന്നുറങ്ങാൻ നല്ല സുഖമാണല്ലോ. അപ്പോൾ ഞാൻ ശരിക്കും ഒരു 1.5 മണിക്കൂർ ഞാൻ അങ്ങനെ ഉച്ചയ്ക്ക് കിടക്കാത്തുള്ള. പക്ഷേ ഇപ്പം ഞാൻ വിചാരിക്കും എന്തിനാ ഉറങ്ങാണ്ടിരിക്കണേ, കാരണം എന്തായാലും രാത്രി കുറച്ച് നേരം ഉറങ്ങാണ്ടിരിക്കേണ്ടതെന്ന്. അപ്പോൾ അതേ മഴ പെയ്തപ്പോൾ ഇറങ്ങി ഓടിയതാണ് 2 പേരും കൂടിയിട്ട്. അപ്പോൾ പാച്ചുട്ട ഉറങ്ങാണ്, എണീച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ചാക്കു ഇപ്പോൾ പുതിയത് പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ അക്കി പേടിപ്പിക്കുന്നത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓച്ചിനെ നോക്കി ഇങ്ങനെ കൊഞ്ഞനം കാണിച്ച് പേടിപ്പിക്കും. അതാണ് ഇപ്പോൾ നേരത്തെ കാണിച്ചത് കേട്ടോ. അപ്പോൾ അവനൊരു രസമാണ് അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരമൊക്കെ മുറ്റത്ത് നിന്നിട്ട് മഴ തോളണമെന്ന് കണ്ടപ്പോൾ എല്ലാവരെയും പിടിച്ച് 2 ആളെയും കയറ്റി അകത്തേക്ക് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പാച്ചും എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ ചായ കുടിച്ച് അവരെ ഇവിടെ ഏൽപ്പിച്ചിട്ട് ബിസിനസ് അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ പതുക്കെ കിച്ചണിലേക്ക് കിടന്നു. അപ്പോൾ എൻ്റെ പണിയാണ് ഈ കിച്ചൺ ഒതുക്കുക എന്നുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ, സാധനങ്ങൾ എടുത്ത് വെക്കുക എന്നുള്ളത് എൻ്റെ പണിയാണ്. അപ്പോൾ കോക്കനട്ട് മിൽക്ക് പൗഡർ മറ്റേ പകർത്തണമായിരുന്നു, ചായപ്പൊടി പകർത്തണമായിരുന്നു, ബിസ്ക്കറ്റുകൾ പകർത്തണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പതുക്കെ ഓരോന്നായിട്ട് ചെയ്തു. അപ്പോഴേക്കും പിള്ളേരുകളൊക്കെ എണീറ്റ് അടുത്തത് അവരുടെ ഇത് കഴിയുമ്പോഴാണ് അവരുടെ കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങുക കേട്ടോ. അങ്ങനെ ഞാൻ ഇന്നും ചന്ദനത്തിരി കത്തിച്ചിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കിടക്കണ നേരത്ത് റോബോട്ടിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ അകത്ത് ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കുക. അപ്പോൾ അങ്ങനെ സന്ധ്യാസമയത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഞാൻ അടുത്ത ഒരു പരിപാടിക്ക് നിന്നു. അപ്പോൾ ഞാൻ കിച്ചണിൽ കിടക്കണതിന് മുമ്പായിട്ട് എനിക്ക് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ ഞാൻ പാക്ക് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് പോയത്. അപ്പോഴേക്കും അവർ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെ ആയിട്ട് അവർ 2 പേരും അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി നിന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ സെറ്റ് ഏറ്റവും നമ്മൾ കൂടുതൽ പോയിട്ടുള്ള സെറ്റാണ്. കല്യാണ പാർട്ടിക്ക് കൊണ്ടുപോകുന്ന ബെസ്റ്റ് സെറ്റാണ് കേട്ടോ, ആ നെക്ലസും ജിമിക്കിയും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതൊക്കെ എനിക്ക് പാക്ക് ചെയ്യാനുള്ളതായിരുന്നു. അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ട് ഞാൻ പതുക്കെ നമ്മളുടെ കിച്ചണിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ മെനു നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, കൂർക്കയും പോർക്കുമാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, തൃശ്ശൂർക്കാരുടെ പോലെയാണ്. തൃശ്ശൂർക്കാരുടെ പോർക്ക്, അതായത് 3 സ്റ്റെപ്പാണ്. പോർക്കും കൂർക്കയും
ഇഞ്ചി, വേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിക്കും. ഇഞ്ചി, വേപ്പില, പച്ചമുളക് ഞാൻ ആ സമയത്ത് ഇടാറില്ല കേട്ടോ, തെറ്റി പറഞ്ഞതാണ്. രണ്ടാമത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് സബോളയൊക്കെ ഇട്ട് ഒന്ന് വാട്ടിയിട്ട് ഇത് അതിലേക്കിടും. മൂന്നാമത്തെ സ്റ്റെപ്പ് നാളികേരം വറുത്തൊന്ന് പൊടിച്ചിടും. നാലാമത്തെ സ്റ്റെപ്പ് അത് കാച്ചും. ഇതാണ്. അപ്പോൾ ശരിക്കും ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സെമി ഗ്രേവിയിലാണ് എടുത്തത്. സാധാരണ ഒട്ടും ഗ്രേവി ഉണ്ടാവില്ല. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടുണ്ടാവും, കൂർക്കും നമ്മൾ ഇതിൽ കണ്ടിട്ടുണ്ടാവും, കുരുമുളക് ഇട്ടിട്ട് നല്ലോണം കറുത്ത കളറിലാണ് ഇരിക്കുക. ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടെക്സ്ചറിന് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. ടേസ്റ്റ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പിള്ളേർസ് അവരുടെ, ഞാൻ പറഞ്ഞില്ലേ, സദ്യ കഴിഞ്ഞാൽ അവരുടെ പരിപാടി ഈ ടി വിയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഓരോന്ന് കാണല. അപ്പോൾ രണ്ടുപേരും കൂടി ഇരുന്ന് അവർ ഏതോ ഒരു നല്ല അവർക്ക് ഇഷ്ടമുള്ള എന്തോ ആണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ആ ഇരിപ്പാണ് കാണുന്നത്. അപ്പോൾ ഇവനെങ്ങനെയാണെന്ന് വെച്ചാൽ നിന്നിട്ടാണ് കാണുക, അല്ലെങ്കിൽ പിന്നെ ഒരു കിടക്കും, അങ്ങനെയാണ്. അപ്പം ഞാൻ ആ സമയത്ത് നമ്മുടെ മിളക് ബജിക്ക് മിളക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കുറച്ച് ഉണ്ടാക്കിയുള്ളൂ, കാരണം ഡോൺ 9 മണിക്ക് വരുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ വെറുതെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ വെച്ചിട്ട് ഞാൻ 4-5 അങ്ങോട്ട് ഉണ്ടാക്കിയുള്ളൂ. ബാക്കി അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു, നാളെ ആവാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ കൂർക്ക വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പകർത്തി മാറ്റി വെച്ചു. അപ്പോൾ നാളെ ചെമ്മീൻ, അങ്ങനെ ഉണക്ക ചെമ്മീനിട്ട് വെക്കുന്നത് നല്ലതാണ്. നിങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നാളെ ഞാൻ വെക്കുമ്പോൾ പറ്റിയെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ. എനിക്കറിയില്ല പറ്റുമോ എന്നുള്ളത്. എനിക്കിതുപോലെ പറയാനേ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെ എടുക്കാനായിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ ഇത് വെച്ചിട്ട് എടുക്കാനായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടി കഴിഞ്ഞ് ഇതാ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു. ഇനി ഭക്ഷണം കഴിക്കേ വേണ്ടു. അപ്പോൾ മീൻ വറുക്കൽ ഞാൻ ആ സമയത്ത് വറുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉച്ചയിലത്തെ ബാക്കി ഉണ്ടായിരുന്നത് അവിടെ വെച്ചു. പിന്നെ ഉള്ളത് അപ്പം വറുക്കാമെന്ന് വിചാരിച്ചു, കാരണം ചൂട്ടോടെ കഴിക്കാമല്ലോ. പിന്നെ ആ ചാള വറക്കണം മണം കേട്ട് കഴിഞ്ഞാൽ തന്നെ ചോറ് കുറേ തിന്നാൻ തോന്നും. നല്ല ചൂടുള്ള ചോറാണ് ഞാൻ വെച്ചിരുന്നത്, ചപ്പാത്തിയല്ല, ചോറായിരുന്നു. അങ്ങനെ പിള്ളേർസിന് ഭക്ഷണമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ അതൊക്കെ ആ സമയത്തും മഴയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസവും നല്ല മഴയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു വെയിൽ വരും, അതുപോലെ തന്നെ അകത്ത് ചൂടും വരും, പിന്നെ വേഗം മഴ പെയ്യും, അങ്ങനെയായിരുന്നു. പക്ഷേ ഫാനിന് ഒരു എന്താ പറയുക, ഒരു വിശ്രമമില്ല കേട്ടോ. ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. ഫാൻ ഒന്ന് നിന്ന് അപ്പം ചൂട് വരും. അങ്ങനെ ഓരോ പരിപാടികൾ കഴിഞ്ഞ് കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി. അത് കഴിഞ്ഞ് അവർക്ക് എന്തോ വീഡിയോ എടുക്കുന്ന പരിപാടിയുണ്ട്. അവർ നാത്തൂന് അതിനു വേണ്ടി പോയേക്കാണ്. ആ സമയത്ത് നമ്മുടെ റോബോട്ടിനെയും ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റോബോട്ട് അതിൻ്റെ പണി ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അവരുടെ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരേ ഗ്ലാസ് ചായ കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതും കൂടിയും വെച്ച് ഞങ്ങൾ 3 പേരും. അപ്പോൾ ഡാഡി ഇങ്ങനത്തേലൊന്നും കൂടില്ല കേട്ടോ. ഡാഡി വേഗം കിടന്നുറങ്ങും. കൂടില്ല എന്ന് പറഞ്ഞാൽ രാത്രി ആ സമയത്ത് ചായ കുടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും മൂപ്പർക്ക് ഇഷ്ടമല്ല. ആളുടേതായ കൃത്യം കാണിച്ചുകൊണ്ട് ഞാനാണ് അങ്ങനത്തെ മുഴുവൻ തെറ്റിക്കുന്ന ആൾ കേട്ടോ. അപ്പോൾ ഡോണിനും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോണും ഞങ്ങൾ 3 പേരും ഓരോ ഗ്ലാസ് ചായ വെച്ച് അവരെ ഡോണിനുള്ളത് ഡിവൈൻ്റെയിൽ കൊടുത്തയച്ച്. അപ്പോൾ റോബോട്ട് പിന്നെ അതിൻ്റെ പണി കഴിഞ്ഞ് തന്നെ കയറിക്കൊള്ളില്ല. അപ്പോൾ കിച്ചണിലേക്ക് ഇന്ന് വിട്ടിട്ടില്ല. അപ്പോൾ കിച്ചണിൽ വെക്കുമ്പോഴാണ് നമുക്ക് പണികൾ. അതുപോലെ ഡൈനിങ്ങിൻ്റെ ഏരിയ വരുമ്പോഴും ഈ ഒക്കെ കയറ്റി വെക്കണം. ഇവിടെ ആകുമ്പോൾ വെറുതെ ആ ഫ്ലവർ വേസ് മാത്രം ഒന്ന് കയറ്റി വെച്ചാൽ മതി. അങ്ങനെ അവരൊക്കെ പോയതിന് ശേഷം ഞാൻ എൻ്റെ പണികൾക്ക് ഇരുന്നു. അപ്പോഴാണ് നമ്മുടെ പാച്ചുട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നത് കേട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ പാവകൾ, അതായത് ഡിമ്പിളിൻ്റെ പാവകളാണ്. അതൊക്കെ ഞാൻ വാഷ് ചെയ്ത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരിക്കൽ ഞാൻ വാഷ് ചെയ്ത് കംപ്ലീറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്തോ പഗ്ഗിനെ കണ്ടപ്പോൾ ഭയങ്കര പൂതി. അപ്പോൾ അതിനെ എടുത്ത് കളിപ്പിക്കാൻ കേട്ടോ. പഗ്ഗിനെ ഭക്ഷണം കൊടുക്കണത് ഈ കാണുന്ന മൂക്ക് കുത്തി പിടിച്ചിട്ട് അങ്ങനെ കുറേ വർത്താനം പറയും ഇപ്പോൾ അവൻ കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവനതേ അപ്പാപ്പൻ്റെ അടുത്താക്കി. അത് കഴിഞ്ഞ് വീണ്ടും അവനൊരു കുളിക്കേണ്ടി വന്നു. കാരണം അതിൻ്റെ ഇടയിൽ അവന് ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചു വന്നപ്പോൾ വീണ്ടും അവൻ മെഴുത്താക്കിയപ്പോൾ ഡിമ്പിളിന് നല്ല ഡിവൈനായാലും മിണ്ടുമ്പോൾ അവർ കുളിപ്പിച്ചിട്ടാണ് കെടുത്തുക, അല്ലെങ്കിൽ ഒരു സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല എന്നുണ്ട്. അപ്പോൾ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഇന്ന് മാം പഠിപ്പിച്ചതാണ്. അപ്പം ഞങ്ങൾ ചെന്ന വഴിക്ക് മാം പറഞ്ഞു, മാം ഞങ്ങളുടെ മുമ്പിൽ വെച്ച് വാട്ട് ഇസ് യുവർ നെയിം ചോദിച്ചപ്പോൾ അവൻ കറക്റ്റ് കെൻഡ്രിക് ഫ്രാൻസിസ് ആൻസൺ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് ഇവിടെ വന്നപ്പോൾ ഡിമ്പിൾ ചോദിച്ചപ്പോൾ പറയണതാണ് ഇപ്പോൾ നേരത്തെ കണ്ടത്. അപ്പോൾ എനിക്ക് വോയിസ് കൊടുക്കാനായിട്ട് അങ്ങനെ അറിയില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് മൊത്തം അലങ്കോലപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് മെനക്കിടണില്ല കേട്ടോ. അപ്പോൾ അതെനിക്ക് ഡിമ്പിൾ റെക്കോർഡ് ചെയ്തത് എനിക്ക് അയച്ചു തന്നത് ഇത് കൂടെ അറിയാണ്ട് കയറിപ്പോയതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നാളേക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനിയും സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാനത് നോക്കിയിട്ട് അതനുസരിച്ച് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് മുകളിൽ കാണുന്ന നമ്പർ അറിയാത്തവർക്ക് വേണ്ടി പറയാം കേട്ടോ.
നമ്മളുടെ വീഡിയോസ് ഈ 4 വർഷമായിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും നമ്പർ കാണാപ്പാടായിട്ടുണ്ടാവും. എന്നാലും നമ്മളത് പറയണമല്ലോ. അപ്പോൾ അതിനാണ് ഞാൻ അവിടെ മുകളിൽ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ നമ്മുടെ ഇതിൻ്റെ എന്തുട്ടാണ് പറയാൻ കിട്ടണില്ലല്ലോ, അതിൻ്റെ ചെട്ടിനാട് ഡിസൈനിലുള്ള കമ്മലുകൾ, അതും ഈ പറഞ്ഞ പോലെ ഇന്നലെ കണ്ടമാനം പേര് ഓർഡർ തന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 5-6 ഡിസൈനായിരുന്നു. 5-6 ഡിസൈനും 2-3 വീതം പോയിട്ടുണ്ട് ഇന്നൊരു ദിവസം. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അത് കാണാനും നല്ല ഭംഗിന് മുമ്പും എൻ്റെ കയ്യിൽ നിന്ന് അത് റീസ്റ്റോക്ക് ചെയ്തതാണ്. ഒരു 2-3 പാറ്റേൺ കേട്ടോ, മറ്റേതൊക്കെ പുതിയതാണ്. അപ്പോൾ ഇതൊക്കെ നല്ലതാണ്. ലക്ഷ്മി പേളിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ ഇത് 3 സൈസ് പേള്, ഇതും ലക്ഷ്മിയുടെ മാലയാണ്. അപ്പോൾ അതുപോലെ കുറച്ച് ഇടയ്ക്ക് ഓരോരുത്തർ ചോദിക്കും ആൻറ്റിയുടെ കയ്യിൽ ലക്ഷ്മി മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെയല്ല, എല്ലാ പാറ്റേണും ഉണ്ട്. നമ്മൾ ആരാണോ ആവശ്യപ്പെടുന്നത് അത് പാക്ക് ചെയ്യുമ്പോൾ എനിക്ക് അതല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ എപ്പോഴും കാണിക്കേണ്ടി വരുന്നത്. ഇതാ പേള്. ഇത് പിന്നെ ആസ് യൂഷ്വൽ എൻ്റെ വള എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾ 3 പേരിൽ ആരെങ്കിലും ഒരാൾ കൊടുക്കുന്നുണ്ടാവും. അത്രയും ഫേമസ് ആയിട്ടോ എൻ്റെ വള. അപ്പോൾ ഇത് ഇന്ന് എനിക്ക് ഡാഡി ഇട്ട് തന്നതാണ് കേട്ടോ. കവറ് പുതിയത് വാങ്ങി ഇട്ട് തന്നതാണ്. എൻ്റെ കവർക്ക് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഒന്നെങ്കിൽ ഡിവൈൻ അല്ലെങ്കിൽ ഡാഡി അല്ലെങ്കിൽ ഡിംപിൾ, ഇവരാരെങ്കിലും മാറി വാങ്ങി അത് മാറ്റാറ് പതിവ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഡിംപിളും അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ച് കുരിശ് വരച്ച് കിടക്കണം. അപ്പം ഞാനും അതെ, ഡിംപിളും അതെ, ഡിവൈനും എല്ലാവരും അതെ കിടക്കണ നേരത്താണ് കുളിക്കുക കേട്ടോ. എൻ്റെ കുളി ശരിക്കും പറഞ്ഞപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് എക്സ്പോർട്ട് ചെയ്യാട്ടിട്ട് ഞാൻ പോയി കുളിച്ച് വരുമ്പോഴേക്കും അത് ഓക്കെ എന്നിട്ട് അപ്ലോഡ് ചെയ്തിട്ടാണ് ഞാൻ കിടക്കുക. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് കണക്കും കാര്യങ്ങളും എഴുതാണ്ട്, അതുകൊണ്ടാണ് മേശപ്പുറം ക്ലീൻ ആവാണ്ട് കിടക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അതിലേക്ക് കിടക്കാനായിട്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നാളെ ശനിയാഴ്ച കുട്ടികളൊക്കെ ഉള്ള ദിവസം, പാച്ചുട്ടൻ ആൻസിൻ്റെ അവിടേക്ക് പോകുന്ന ദിവസമാണ്. അപ്പോൾ ബാക്കി വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.